ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. മക്കളെ, ഞാൻ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ നല്ലൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്ത് പഠിക്കാനിരിക്കുമോ? ഇല്ല. അത് നിങ്ങൾ അടുത്ത റീൽസിലേക്ക് പോകും, അത് കഴിഞ്ഞ് അടുത്ത റീൽസിലേക്ക് പോകും, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തിനാണാവോ ഞാൻ ഈ സ്ക്രോൾ ചെയ്യണേന്ന്, അല്ലേ? ചിലപ്പോൾ അത് അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, 2 മണിക്കൂറാവാം, അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുറച്ച് ബയോളജി സ്റ്റുഡൻസിന് എന്തായാലും അറിയായിരിക്കും ഉത്തരം. നമ്മുടെ ബോഡിയിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമീൻ ഹോർമോൺ. ഈ ഡോപ്പമീൻ ഹോർമോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, അത് നമ്മളെ പ്ലഷർ ആക്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക, ഒരു ആൻറ്റിസിപ്പേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണിത്. ഇപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, താഴത്തെ അമ്മ ചിക്കൻ ബിരിയാണി കുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ സ്മെല്ലടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു 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 ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും. ഞാൻ ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൽ സെക്രീറ്റ് ചെയ്യുന്ന, ബ്രെയിനിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമീൻ. എന്നാൽ അതേ ബിരിയാണി ഞാൻ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ സെക്രീറ്റ് ചെയ്യുന്നതാണ് സെറട്ടണിൻ. ഓക്കെ, സെറട്ടണിൻ എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ, ഡോപ്പമീൻ എന്ന് വെച്ചാൽ പ്ലഷർ ആക്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലഷർ ഇൻഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഡോപ്പമീനാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഈ ഡോപ്പമീൻ ആക്ടിവേറ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് കൂടുതൽ വേണം, ആ ക്രേവിങ് വരും, എനിക്ക് കൂടുതൽ ഇനിയും വേണം എന്നുള്ള ഒരു ക്രേവിങ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സിമ്പിളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ നോക്കാം. ഡ്രഗ്സ് കൺസ്യൂം അല്ലെങ്കിൽ ആൽക്കഹോൾസ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൂടുതൽ വേണം എന്നാണ് തോന്നുന്നത്, അല്ലേ? അവിടെ കൊണ്ട് നിർത്തണം എന്നല്ല. ഓക്കെ, അത്ര ഭയാനകമല്ല കേട്ടോ സോഷ്യൽ മീഡിയ, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഒരു സിമ്പിൾ കമ്പാരിസൺ ആണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ് എനിക്ക് ഇനിയും വേണം എന്നുള്ളൊരു ക്രേവിങ്ങിലാണ് ഞാൻ അടുത്ത സ്ക്രോളിങ്ങിലേക്ക് പോകുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ 1-2 വീഡിയോസ് ഇഷ്ടപ്പെട്ടത് അവർ തരും, അത് കഴിഞ്ഞ് കുറേ വീഡിയോസ് നമുക്ക് അൺറിലേറ്റഡ് ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ വീഡിയോസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ആദ്യം ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ സെക്രീറ്റ് ആയി. അത് കഴിഞ്ഞ് അവരെല്ലാ വീഡിയോസും, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വീഡിയോസും ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ വിൽ ബി സാറ്റിസ്ഫൈഡ്. നമ്മൾ മടക്കിയിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് പോകും, നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യും. അവരെങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ക്രേവിങ് കാരണം നമ്മൾ സ്ക്രോൾ ചെയ്യും. അത് കഴിഞ്ഞ് വളരെ റാൻഡമായിട്ടായിരിക്കും നമ്മുടെ ഈ ഡോപ്പമീൻ്റെ ലെവൽസ് കൂടിയിട്ട്, ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ട് കൂടി അത് കഴിഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ വളരെ റാൻഡമായിട്ടായിരിക്കും അവർ അടുത്ത നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് ഇൻ്റർമിറ്റൻറ്റ് റിവാർഡ് എന്ന് പറയുന്നത്. അതായത് വളരെ റാൻഡമായിട്ട്, എല്ലാം കൂടി ഒരുമിച്ചല്ല. അവർ നമ്മളെ കൊണ്ട് അൺവാണ്ടഡ് അല്ലെങ്കിൽ നമ്മൾ അൺറിലേറ്റഡ് വീഡിയോസും കൂടി കാണിപ്പിക്കും, അൺറിലേറ്റഡ് കണ്ടൻറ്റും കൂടി കാണിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട അടുത്ത വീഡിയോ ഇടിപ്പിക്കുള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇത്ര ഹുക്ഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല സോഷ്യൽ മീഡിയ ഭയാനകമാണ്, യൂസ് ചെയ്യരുതെന്ന്. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നത് തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, വെൻ യു യൂസ് സോഷ്യൽ മീഡിയ, യൂസ് ഇറ്റ് വൈസ്ലി. ഓക്കെ, നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ മക്കളെ. ബൈ.